കുഞ്ഞുങ്ങളിപ്പോ വീട്ടിൽ തിരികെ എത്തിക്കാണുമായിരിക്കും അല്ലേ? ആമച്ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ മുതൽ എനിക്ക് എന്തോ ഒരു വെപ്രാളം. അതിന് അവരങ്ങനെ ഒത്തിരി ദൂരോട്ടൊന്നും പോയി കളിക്കാറില്ലല്ലോ. കൊള്ളാം. ഇപ്പൊ പുതിയൊരുത്തരെയും കൊണ്ടാണ് കളി. അവരുടെ കൂടെ പുതിയതായിട്ട് ആരുമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുമല്ലോ. അവര് കൂടെ കൊണ്ടു നടക്കുന്നതേ ഒരു കുറുക്കൻ കുഞ്ഞിനെയാ. എന്താ കുറുക്കൻ കുഞ്ഞോ? ദേ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഇപ്പൊ കണ്ടം വേഗം സ്ഥലം വിടാൻ നോക്ക്. ആ ഓ പോയേക്കാമേ. ആ കണ്ടം പറഞ്ഞതുപോലെ കുറുക്കൻ കുഞ്ഞെങ്ങാനും അവരുടെ കൂടെ ഉണ്ടാവോ? എങ്കിൽ അതിന്റെ അമ്മ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ലേ? സമയം കളയണ്ട, നമുക്ക് എത്രയും വേഗം വീട്ടിലെത്താം. വാ ചേച്ചി, എളുപ്പം വാ, നമുക്കും പോകാം. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ശരിയാ കാത്തു, നമുക്ക് അവരുടെ പിന്നാലെയെങ്കിലും അവിടെ എത്താം. കുഞ്ഞൂസേ, പോകാം. കുഞ്ഞൂസേ, നിനക്ക് അമ്മയുടെ മണം കിട്ടുന്നുണ്ടോ? ഞങ്ങളെ കൂടെ കണ്ട കുഞ്ഞൂസിന്റെ അമ്മ ഞങ്ങളെ ഉപദ്രവിക്കില്ലേ? ശരി ശരി, എന്നാ നമുക്കൊന്നുകൂടെ പോയി നോക്കാം. കിട്ടു, എവിടെയായിരുന്നു ഇതുവരെ? എവിടെ ബാക്കിയുള്ളവര്? ആരോടാ നിങ്ങളുടെ പുതിയ കൂട്ട്? എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അവനെ കാക്കകൾ കൊത്തുന്ന കണ്ട് രക്ഷിച്ചതാ. അവരെത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഇപ്പൊ കാണുന്നില്ല, കാത്തുവിനെയും. എവിടെ എന്റെ കുഞ്ഞ്? സത്യം പറഞ്ഞോണം. ഏത് കുഞ്ഞ്? ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ എന്റെ കുഞ്ഞിന്റെ മണം എങ്ങനെ നിങ്ങളുടെ ദേഹത്ത് വരും? ചിലപ്പോ കണ്ടന്റെ ദേഹത്തുനിന്നായിരിക്കും. കണ്ടൻ ഞങ്ങളെ പിടിച്ചായിരുന്നു. ആരാ കണ്ടൻ? ഇവിടുത്തെ കണ്ടൻ പൂച്ച. അപ്പൊ കാത്തു അല്ലേ കണ്ടൻ പൂച്ച? അയ്യോ, കാത്തു ഒരു പാവം പൂച്ചക്കുഞ്ഞാണ്. കുഞ്ഞിനെ കണ്ടം പിടിച്ചാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ അയ്യോ, ഞങ്ങള് വെറുതെ വിടണേ. എന്നെ പറ്റിച്ച് നീ ഒന്നും അങ്ങനെ രക്ഷപ്പെടണ്ട. ഞങ്ങള് കുഞ്ഞൂസിന്റെ അമ്മയെ തിരക്കി പോവുക. ആണോ? പക്ഷെ അതിന് ഞാൻ കൂടി സമ്മതിക്കണമല്ലോ. അയ്യോ കുഞ്ഞൂസേ, കുഞ്ഞൂസേ, അവനെ ഒന്നും ചെയ്യല്ലേ. താഴെ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവനെ താഴെയിടും. ഇവന് നിന്നെ പോലെ മരം കയറാനൊന്നും അറിയില്ലല്ലോ. കാത്തുവല്ലേ? എന്റെ കുഞ്ഞു മുകളിലുണ്ടോ? ഉണ്ട്, കണ്ടന്റെ കയ്യിലാ. സമാധാനമായി. കാത്തു പേടിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
ആ കണ്ടനോട് കുഞ്ഞിനെ വേഗം താഴേക്ക് കൊണ്ടുവരാൻ പറ. ധൈര്യമായിട്ട് പോ. ശരി, എന്നാ ഞാൻ പോയി പറയാം. കാത്തു, നീ പോയില്ലേ? അപ്പൊ ഇവനെ താഴെ ഇടാവല്ലോ. അങ്ങനെ താഴെ ഇടാനൊന്നും പറ്റില്ല. കുഞ്ഞൂസിന്റെ അമ്മ താഴെ നിപ്പുണ്ട്. അവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ അവന്റെ അമ്മ കണ്ടനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്നാ പിന്നെ കാത്തു തന്നെ ഇവനെ നോക്കിക്കോ. അയ്യോ കുഞ്ഞൂസേ, അയ്യോ കുഞ്ഞൂസേ. പതുക്കെ കേറി വാ, സൂക്ഷിച്ച്. എന്റെ കുഞ്ഞൂസേ. കാത്തു കാത്തൂനെ അന്വേഷിച്ച് വന്നതാണോ? ഈ മരത്തിന് മുകളിലുണ്ട്. എന്റെ കുഞ്ഞും മുകളിലാ. നിങ്ങൾ ഒന്ന് കയറി നോക്കോ? എനിക്ക് മരം കയറാൻ വശമില്ല. അതിനെന്താ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. നിക്കവിടെ. അവനെ എന്റെ കൈ കിട്ടും. ഒപ്പം ഞാൻ കൊടുത്തോളാം. ഈ കാത്തു ഒരു മിടുക്കി കുട്ടിയാണല്ലോ. കാത്തൂനെ ഇങ്ങനെ വളർത്തിയതിന് നിങ്ങളെ അഭിനന്ദിക്കേണ്ടത്. ഇത്രയും സമയം കൊണ്ട് ഇവർ അത്രയ്ക്ക് കൂട്ടായല്ലോ. അവന് കിട്ടൂനെ അപ്പൂസിനെയും കാണണമെന്ന്. ആ, എന്നാ അവരെയും കൂടി കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. കൂട്ടുകാരെ, നമ്മൾ ഓരോ ദിവസവും പലതരം ആഹാരം കഴിക്കാറില്ലേ? ഓരോന്നിനും ഓരോ രുചി ഉണ്ടാവും അല്ലേ? മാങ്ങയ്ക്ക് പുളി, ജിലേബിക്ക് മധുരം, പാവയ്ക്ക് കയ്പ്. ഇതാ രുചികളെ കുറിച്ചൊരു പാട്ട്. മുളക് കടിച്ചു പാവം കൊച്ചു കുരങ്ങച്ചൻ, എരിയാലയോ പുളഞ്ഞു പോയി തിത്തയെന്നു കുരങ്ങച്ചൻ. മുളക് കടിച്ചു പാവം കൊച്ചു കുരങ്ങച്ചൻ, എരിയാലയോ പുളഞ്ഞു പോയി തിത്തയെന്നു കുരങ്ങച്ചൻ. ചില്ലക്കൊമ്പിലെ മാങ്ങ കടിച്ചു ലല്ലലല്ലലം കുഞ്ഞണ്ണാൻ. ചില്ലക്കൊമ്പിലെ മാങ്ങ കടിച്ചു ലല്ലലല്ലലം കുഞ്ഞണ്ണാൻ. പുളി കൊണ്ടയോ തുള്ളിപ്പോയി ചിൽ 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 കുഞ്ഞണ്ണാൻ. മുത്തുകിടക്കും കൈപ്പയ്ക്കായുടെ മൂടു കടിച്ചു മുയലച്ചൻ. മുത്തുകിടക്കും കൈപ്പയ്ക്കായുടെ മൂടു കടിച്ചു മുയലച്ചൻ. കഴിച്ചിട്ടയോ വാലും പൊക്കി, കഴിച്ചിട്ടയോ വാലും പൊക്കി ചാടി മറഞ്ഞു മുയലച്ചൻ. വീണുകിടന്നൊരു മുനെല്ലിക്ക ചവച്ചു നോക്കി കരടിച്ചാർ. വീണുകിടന്നൊരു മുനെല്ലിക്ക ചവച്ചു നോക്കി കരടിച്ചാർ. ചവപ്പ്
പൂപ്പി, ആ വണ്ടിയുടെ പൊടി പോലും ഇനി കിട്ടൂന്ന് വിചാരിക്കണ്ട. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോയാലോ? വാ, എനിക്കാണേൽ നന്നായി വിശക്കുന്നുണ്ട്. എന്തേലും ഒന്ന് പറ പൂപ്പി. ആരാത്? നോക്കട്ടെ. പോയോ? എന്തൊരു ഭംഗിയായില്ലേ പോപ്പി? കണ്ടിട്ട് ശരിക്കുള്ള മൺകുടം പോലെ തന്നെയുണ്ട്. അയ്യോ, ഞങ്ങൾ ഒന്നിനും വന്നതല്ല. ഇത്രയും ഭംഗിയുള്ള കുഞ്ഞിക്കുടം കണ്ടപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയതാ. അത്രേയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ആഹാ, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഉപദ്രവിക്കാൻ വന്നവരായിരിക്കുമെന്ന്. ഇവിടെ അങ്ങനെ ചിലരുണ്ട്, അതാ ഞാൻ. ഏയ്, അത് സാരമില്ല. ഞാൻ പൂപ്പി, ഇത് പിങ്കി. എന്നാൽ ഇനി നമുക്ക് കൂട്ടായാലോ? ആയിക്കോട്ടെ, ഞാൻ വേട്ടാളൻ. എനിക്ക് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടിയാ ഈ കൂടുണ്ടാക്കുന്നെ. ഇനി എനിക്ക് ഇര തേടാൻ പോണം. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോഴേ നല്ല വിശപ്പാ. അവർക്ക് പ്യൂപ്പയാകുന്നത് വരെ കഴിക്കാനുള്ളതെല്ലാം കരുതി വെക്കണം. 2-3 ദിവസമെങ്കിലും എടുക്കും ഈ കൂടൊന്ന് നിറയ്ക്കാൻ. കുഞ്ഞുങ്ങൾ എന്താ കഴിക്കാ? പഴങ്ങളാണോ? അല്ലല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്യൂപ്പയാകുന്നത് വരെ മാംസഭുക്കുകളായിരിക്കും. പ്യൂപ്പയിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ഞങ്ങളെപ്പോലെ പൂന്തേൻ മാത്രമേ കുടിക്കൂ. നിങ്ങൾ ആരെയാ വേട്ടയാടി പിടിക്കുന്നേ? ഞങ്ങളും കൂടെ വരട്ടെ കാണാൻ. വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. എന്നിട്ട് ഈ മൺവീടിനെയും മുട്ടകളെയും ആരും ഉപദ്രവിക്കാതെ നോക്കാമോ? ആ, നോക്കാലോ. ഇനി തിരികെ വരുന്നത് വരെ ഞങ്ങളാണ് ഈ വീടിന്റെ കാവൽക്കാർ. ധൈര്യമായിട്ട് പോയിക്കോളൂ. അപ്പൊ നമുക്ക് ഈ വണ്ടി തിരികെ പൂപ്പിക്ക് കൊടുക്കണ്ടേ? ശരിയാ. പക്ഷെ നമ്മൾ ഇത്ര നേരം നോക്കിയിട്ടും പൂപ്പിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ പൂപ്പി എന്ന് പറഞ്ഞായിരുന്നോ? അതെയല്ലോ. എന്താ, പൂപ്പിയെ അറിയാമോ? ഞങ്ങൾ പൂപ്പിയെ അന്വേഷിച്ച് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? കൂടെ പിങ്കിയുമുണ്ട്. ഞങ്ങൾക്ക് ഈ വണ്ടി പൂപ്പിയെ എത്രയും വേഗം തിരികെ ഏൽപ്പിക്കണം. ഞങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതാ, അത്രേ ഉള്ളൂ. പക്ഷെ തിരിച്ചു വന്നപ്പോ പൂപ്പിയെ കണ്ടില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ കുഞ്ഞു മൺവീടിനൊന്നും പറ്റില്ല. വേട്ടാളൻ ഞങ്ങളെയാണിത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കടന്നു പോകുന്നുണ്ടോ? ആഹാ, അത്രയ്ക്കായോ? അയ്യോ അമ്മേ! എന്നെ വിട്. ആരാ ഇത്? അയ്യോ, എന്നെ വിട്. അയ്യോ, ഞാൻ പോയേക്കാം. അയ്യോ. ഈ പൂപ്പയ്ക്ക് വല്ലാത്ത ധൈര്യം തന്നെ. അപ്പൊ പിങ്കി എവിടെ? ഞാനിവിടെ ഉണ്ട്.
ആ കുരുവി എന്നെ ശരിക്കും നോവിച്ചു. അല്ല, എവിടെ വേട്ടയാടിക്കൊണ്ട് വന്ന ഇര? ദാ ഈ പുഴുവിനെയാണ് കിട്ടിയത്. ഞാൻ ഇതിനെ മയക്കി കിടത്തിയിരിക്കുക. കൂട് നിറയ്ക്കാൻ ഇങ്ങനെ ഒരു 3-4 പേരെങ്കിലും വേണം. ഞാനിത് കൂടിനകത്താക്കട്ടെ. അപ്പൊ കൂട് നിറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആഹ്, അതോ ഈ കൂടിന്റെ വായ മണ്ണ് കൊണ്ട് തന്നെ ഭദ്രമായി അടയ്ക്കണം. പിന്നെ ഇങ്ങനെ തന്നെ 5-6 കൂടുകൾ ഇതിനു മേലെ മേലെയായി ഉണ്ടാക്കണം. അത്രയും ജോലിയുണ്ട്. അതുവരെ എനിക്ക് വിശ്രമമേ ഇല്ല. ഹോ, സമ്മതിക്കണം. അപ്പോ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നവരെ കാത്തിരിക്കുമോ? ഇല്ല, പ്യൂപ്പ വിരിഞ്ഞ് കൂട് പൊളിച്ച് പുറത്തു വരുന്നത് കുഞ്ഞുങ്ങളല്ല, ഞങ്ങളെപ്പോലെ വലിയ വേട്ടാളന്മാർ തന്നെ ആയിരിക്കും. അവര് തന്നെത്താനെ ജീവിച്ചോളും. അപ്പോ പോപ്പി, നമുക്ക് തിരികെ പോയാലോ? അയ്യോ, ഞാൻ മറന്നു. നിങ്ങളെ തിരക്കി 2 പേര് ആ വഴിയിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് തരാനായി ഒരു വണ്ടിയും അവര് കൊണ്ടുവന്നിട്ടുണ്ട്. വേട്ടാളാ, കൂടുണ്ടാക്കാൻ നീ കാണിക്കുന്ന ഈ ക്ഷമയോ അധ്വാനവും ഞങ്ങൾക്കൊരു വലിയ പാഠമായിരുന്നു. ഇനി ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ആ വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. വണ്ടി കണ്ടെത്താൻ സഹായിച്ച നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കും നിങ്ങളോട് നന്ദിയുണ്ട്. ഞാൻ പോയപ്പോൾ എന്റെ കൂട് കാത്തതിന്. കുട്ടം
വെള്ളരിക്ക പട്ടണത്തിൽ ഒരിടത്ത് സുദർശനൻ എന്നു പേരുള്ള ഒരു കുഴി മടിയൻ താമസിച്ചിരുന്നു. ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു താല്പര്യമില്ലാതിരുന്ന സുദർശനൻ എന്നും രാവിലെ ഭിക്ഷയാചിച്ചിറങ്ങും. കിട്ടുന്ന അരിയോ അവലോ വാങ്ങി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങുന്നതായിരുന്നു പതിവ്. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം വഴിയിൽ നിന്ന് വീരുവിനെ കിട്ടുന്നത്. പക്ഷെ വീരുകൂടി വന്നപ്പോൾ സുദർശനന് ജോലി കൂടുതലായി, അതുപോലെ മടിയും. അതുകൊണ്ട് വീട്ടുജോലിയെല്ലാം ക്രമേണ വീരുവിന്റെ തലയിലായി. ഒരു ദിവസം ധനികനായ ഒരു കച്ചവടക്കാരൻ സുദർശനന് കുറേയധികം അരിപ്പൊടി കൊടുത്തു. ഇങ്ങനെ എന്നും വന്ന് കൈനീട്ടാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ദാ ഇത് കൊണ്ടുപോയി പലഹാരം ഉണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്ക, എന്നിട്ട് മാന്യമായി ജീവിക്കാൻ നോക്ക്. പലഹാരം ഉണ്ടാക്കാൻ പോലും ആര് മെനക്കെടുന്നു? വീട്ടിലെത്തിയ സുദർശനൻ അന്ന് കിട്ടിയ ഒരു നെയ്യപ്പം വീരുവിന് കൊടുത്തു. ജോലിയെല്ലാം ചെയ്ത് തളർന്നിരുന്ന വീരു അത് ആർത്തിയോടെ കഴിച്ചു. സുദർശനൻ അരിപ്പൊടി ഉറിയിൽ കെട്ടിത്തൂക്കിയ ശേഷം ക്ഷീണമകറ്റാൻ പായ വിരിച്ച് കിടന്നു. എന്നിട്ട് വീരുവിനോട് അടുത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ക്ഷീണം കാരണം പാവം വീരു അപ്പ തന്നെ ഉറങ്ങിപ്പോയി. ആ കച്ചവടക്കാരൻ സത്യത്തിൽ ഒരു ബുദ്ധിയില്ലാത്തവന്. അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കി വിൽക്കാൻ പറയോ? അല്ലെങ്കിൽ തന്നെ പലഹാരം ഉണ്ടാക്കി വിറ്റ എന്ത് കിട്ടാന്? സുദർശനൻ ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് കിടന്നു. അല്ലെങ്കിലും വെറുതെ ദിവാസ്വപ്നങ്ങൾ കാണുന്നത് സുദർശനന് പതിവായിരുന്നു. ഞാൻ ഈ അരിപ്പൊടി പഞ്ഞമാസമാകുമ്പോൾ വിൽക്കും, ഇരട്ടി വിലയും കിട്ടും. സുദർശനൻ പെട്ടെന്ന് തന്നെ തന്റെ സ്വപ്ന ലോകത്തെത്തി. അരിപ്പൊടി വിറ്റ കാശുകൊണ്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങും. അവയെ വളർത്തി വലുതാക്കി ദിവസവും മുട്ടകളെടുക്കും. മുട്ടകൾ വിറ്റ് 2 ആടുകളെ വാങ്ങും. പിന്നെ പറയണോ, 2 ആടും പെറ്റു പെരുകി ഒരു വലിയ ആട്ടും പറ്റം തന്നെ ഉണ്ടാവും. അതില് കുറെ ആടുകളെ കൊടുത്ത് പശുക്കളെ വാങ്ങും. പശുക്കള് കുറെ ആകുമ്പോ എരുമകളെ വാങ്ങും. എരുമകളെ വിറ്റ് പെൺകുതിരകളെ വാങ്ങും. പെൺകുതിരകൾ പെറ്റു പെരുകി ധാരാളം കുതിരകൾ ഉണ്ടാകും. കുതിരകളെ വിറ്റ് സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിക്കും. പിന്നെ പറയണോ, അതിസുന്ദരമായ ഒരു മാളിക ഞാനങ്ങ് പണിയും. എനിക്ക് വയ്യ. മാളിക പണിഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവടക്കാരന്റെ സുന്ദരിയായ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരും. അതിൽ മിടുക്കനായ ഒരു മകനും ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയവേ ഒരു ദിവസം എന്റെ മകൻ അമ്മയുണ്ടാക്കിയ ഒരു നെയ്യപ്പവും കൊണ്ട് എന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് തക്കം പാർത്തിരുന്ന ഒരു കാക്ക പിന്നാലെ പറന്നു വന്ന് നെയ്യപ്പം തട്ടിയെടുക്കാൻ ശ്രമിക്കും.
ഞാനപ്പോ കാക്കയെ ഓടിക്കാനായി ബഹളം വെക്കുമെങ്കിലും കാക്ക അത് വകവെക്കില്ല. ഞാനപ്പോൾ അവിടെ ഇരുന്ന് ഒരു വടിയെടുത്ത് കാക്കയെ വിരട്ടാനായി ഉത്തരത്തിൽ ശക്തിയായി അടിച്ച് ശബ്ദമുണ്ടാക്കും. അയ്യോ! ഞെട്ടിയുണർന്ന വീരു മാവിൽ കുളിച്ചു നിൽക്കുന്ന രൂപത്തെ കണ്ട് പേടിച്ച് പുറത്തേക്കോടി. വീരു, നിൽക്ക് നിൽക്ക്, ഇത് ഞാനാ, സുദർശനൻ. പക്ഷേ എന്ത് കാര്യം, അപ്പോഴേക്കും വീരു എങ്ങോട്ടോ ഓടി മറിഞ്ഞിരുന്നു. തനിക്ക് പറ്റിയ മണ്ടത്തരമോർത്ത് സുദർശനൻ നിരാശനായി തിരികെ നടന്നു. ഒരു പച്ചത്തവള ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 2. 2 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 3. 3 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 4. 4 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 5. 5 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 6. 6 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 7. 7 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 8. 8 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 9. 9 പച്ചത്തവളകൾ ചാടിച്ചാടിപ്പോകുന്നു. ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 10. അച്ഛൻ പോയിട്ട് വരാം. അമ്മയ്ക്ക് അവനോടാ കൂടുതൽ സ്നേഹം. കാത്തു, വന്ന് ആഹാരം കഴിക്ക. എനിക്ക് വേണ്ട. വാ മോളെ. ഉമ്മ, ഞാൻ ദാ വരുന്നു. അകത്തേക്ക് വരട്ടെ. വാ അപ്പു, വാ വാ. ആഹാ, രാവിലെ ഇങ്ങ് എത്തിയോ? ആ, ദാ ഇത് കഴിച്ചോ. അമ്മ വെളിയില. വലിച്ചോ വലിച്ചോ. പതിയെ ശബ്ദം ഉണ്ടാക്കാതെ. അയ്യോ, ചതിച്ചോ അമ്മേ. ഇട്ടു ഉണർന്നു, വേഗം വലിച്ചോ. അറിയില്ലേ കിട്ടു, നീ കിട്ടുവിനെ ഉണർത്തിയോ? കിട്ടു, അമ്മ ദാ വരുന്നു. കരയില്ലടാ. രക്ഷപ്പെട്ടു. നിനക്ക് ഞാൻ നല്ലത് തരും. എവിടെയാ അപ്പു? പോയോ? അയ്യോ, അമ്മയുണ്ടല്ലോ. കരയില്ലേടാ. ഓ ഓ ഓ ഓ, കരയില്ലേ. ഉറങ്ങിക്കോ അമ്മയുടെ കുട്ടൻ. കാത്തു, ദേ, നീ എങ്ങും പോവരുത്. കണ്ടംപൂച്ച കറങ്ങി നടപ്പുണ്ട്. അമ്മ ഉടനെ വരാം കേട്ടോ. എന്തൊരു സ്നേഹം. എനിക്കെങ്ങും വയ്യ ഇവിടെ കുത്തിയിരിക്കാൻ.
കുന്നമ്പൂച്ച എടുത്തോണ്ട് പോട്ടെ, എനിക്കെന്താ. പാട്ടയും കൂടെ ഉണ്ടല്ലോ. അവരിങ്ങ് എത്തിയോ? ചേച്ചി, ഞാനും വരുന്നു. നീ ഇവിടെ നിന്നോടാ കുട്ടാ, ചേച്ചി ഇപ്പൊ വരാം. കട്ടി എന്താ കാത്തു, നിനക്ക് കിട്ടൂനെ നോക്കണ്ടേ? നിന്റെ അമ്മയ്ക്ക് നിന്നോടല്ല അവനോടാ കൂടുതൽ സ്നേഹം. ശരിയാ ശരിയാ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കാത്തു, എനിക്ക് ആരും കാണണ്ട, ആരും എന്നോട് മിണ്ടണ്ട. എന്നോട് പിണങ്ങല്ലേ കാത്തു. അയ്യോ, അയ്യോ കിട്ടു. അപ്പു അപ്പു അപ്പൂസേ, അയ്യോ എന്റെ കിട്ടൂന് എന്തെങ്കിലും പറ്റിയോ? കിട്ടു കിട്ടു കിട്ടു, എവിടെയാവൻ? അയ്യോ അമ്മേ, അച്ഛാ, ഓടി വായോ, നമ്മുടെ കിട്ടൂനെ കൊണ്ടുപോയേ. കിട്ടു. കിട്ടു. ഹായ് പൂമ്പാറ്റ. അമ്മേ. ഹായ് അച്ഛൻ. മക്കളെ. ദാ, ഇതെനിക്ക്. ഹായ് ചിത്രശലഭം, എന്ത് ഭംഗി. കിട്ടു. അയ്യോ അമ്മേ, അച്ഛാ, ഓടി വായോ. അയ്യോ കാത്തു, നീ കരയാതെ. കിട്ടുവിനെ ആരും കൊണ്ടുപോയിട്ടില്ല. മോള് പച്ചത്തുള്ളന്മാരോട് കളിക്കാൻ പോയപ്പോ അമ്മ അവനെ എടുത്തോണ്ട് പോയതാ കേട്ടോ. അപ്പു കുന്നമ്പൂച്ച. ഏത് കുന്നമ്പൂച്ച? അത് മോള് സ്വപ്നം കണ്ടതാ. കിട്ടു എവിടെ അമ്മേ? നീ അകത്ത് പോയി നോക്ക്. കിട്ടു. കുസൃതി കുട്ടൻ എന്നെ പേടിപ്പിച്ചു. ചേച്ചി, ഞാനൊരു സൂത്രം കാട്ടട്ടെ. അമ്പടാ കള്ള, ചേച്ചിക്ക് നിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടാ. മോനെ കാത്തു, വീഴും പതുക്കെ.